ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 5330 സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണിക്കും UDFിനും ഭീഷണിയായി വിമതരും രംഗത്തുണ്ട്. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് ഡിവിഷനിലും വിമത സാന്നിധ്യമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ 6 നഗരസഭകളിലും 72 പഞ്ചായത്തുകളിലും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലെ 23 ഡിവിഷനുകളിലുമായാണ് 5330 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. ഇതിൽ 3 മുന്നണികൾക്ക് പുറമെ OI, OP, PDP, SDPI തുടങ്ങിയവരും വിവിധയിടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കായംകുളം, ചേർത്തല, ഹരിപ്പാട് നഗരസഭകളിലാണ് പ്രധാനമായും CPMന് റിബൽ സ്ഥാനാർത്ഥികൾ ഭീഷണി ഉയർത്തുന്നത്. കായംകുളം നഗരസഭയിലെ നിലവിലെ നഗരസഭാ ചെയർമാൻ N ശിവദാസൻ മത്സരിക്കുന്ന വാർഡിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗമായ ജിതേഷ് ലാലാണ് വിമതനായി ജനവിധി തേടുന്നത്. 37-ാം വാർഡിൽ LJD സ്ഥാനാർത്ഥിക്കെതിരെ DYFI നേതാവും മത്സരിക്കുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് 3 വാർഡുകളിലും ഇടതുമുന്നണിക്ക് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. UDFിൽ നഗരസഭാ മുൻ അധ്യക്ഷ അമ്പിളി സുരേഷ് അടക്കം 5 വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ചേർത്തല നഗരസഭയിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ അടക്കം വിമതരായി മത്സരിക്കുന്നു. ഹരിപ്പാട് നഗരസഭയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി നാരായണ അയ്യരും മാധ്യമപ്രവർത്തകനായ പത്മകുമാറും ത്രിഫലയും അടക്കം 4 പേർ വിമതരായുണ്ട്. CPM മുൻ കൗൺസിലർ രജനിയും റിബലായി മത്സരിക്കുന്നു. മുതുകുളം പഞ്ചായത്തിൽ UDFിന് കടുത്ത ഭീഷണിയാണ് റിബൽ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്നത്. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ലാൽമാളവ്യ, മണ്ഡലം സെക്രട്ടറി ആശ തുടങ്ങി 7 വാർഡുകളിലായി 8 വിമത സ്ഥാനാർത്ഥികളാണ് UDFിന് ഭീഷണി ഉയർത്തുന്നത്. കുമാരപുരം, കൈനഗരി, ആലപ്പുഴ നഗരസഭ തുടങ്ങി UDFിലെ വിമതരുടെ പട്ടിക നീളുമ്പോൾ പ്രശ്നപരിഹാരം തേടേണ്ട DCC പ്രസിഡന്റ് അടക്കം കൊറോണ ബാധിതരായതും ജില്ലയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.